ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആർമി TV സീരീസിന്റെ സീസൺ 2 17ാമത്തെ എപ്പിസോഡ്. അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 37 ആണ്. സോ ഈ വീഡിയോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്നേക്ക്. സോ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡ് തുറക്കുന്നതിനെ കാണിക്കുന്നത് റൂക്കിനെ രക്ഷിക്കാൻ വേണ്ടി മതിലൊക്കെ പൊളിച്ചു വരുന്നത് നമ്മുടെ സാധോനെയാണ് കാണിക്കുന്നത്. സോ സാധോന്റെ മുന്നിൽ വലിയൊരു സോൾ റിപ്പർ നിൽക്കുന്നു. സോൾ റിപ്പർ സാധോനെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സാധോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും നമ്മുടെ സാധു ആണെങ്കിൽ അവൻ്റെ കൈ ഉപയോഗിച്ചിട്ട് ആ സോൾ റിപ്പറിനെ അങ്ങ് അടിച്ച് തെറിപ്പിക്കുകയാണ്. നമ്മുടെ ആ സോൾ റിപ്പർ ആകാശത്ത് നിന്ന് പറന്ന് നടക്കുകയാണ്. നമ്മുടെ റൂക്കി കിടക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും നമ്മുടെ സാധോ പോകാൻ വേണ്ടി തയ്യാറാകുന്ന സമയത്തായിരുന്നു ക്യാപ്റ്റൻ ക്യൂറാക്കു അവിടെ വന്ന് നിൽക്കുന്നത്. സോ ക്യാപ്റ്റന്റെ തലയിലെ മണ്ടയ്ക്ക് നിന്ന് ഒരുപാടധികം റോസാപ്പൂ ഒക്കെ താഴെ വീഴുന്നുണ്ട്. ഈ റോസാപ്പൂ ഇടുന്നതെന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് നേരത്തെ കണ്ട ആ പെണ്ണില്ലേ, ആ പെണ്ണാണ് ആ റോസാപ്പൂ ഒക്കെ വാരി തറയിലേക്ക് ഇടുന്നത്. അധികം മാസമായിട്ടാണ് ക്യാപ്റ്റൻ വരുന്നത്. കുറച്ചുകൂടെ സ്പീഡിൽ ഇടാൻ വേണ്ടി നമ്മുടെ ഞാനോട് ക്യാപ്റ്റൻ പറയാൻ നേരത്ത് ആ കൊട്ട മൊത്തം കൂടെ എടുത്ത് ക്യാപ്റ്റനെ തലയിലോട്ട് അങ്ങ് കമത്തുകയാണ് നമ്മുടെ ഞാനോ. അവിടെ പൂവിൽ കുളിച്ച് കിടക്കുന്ന ക്യാപ്റ്റനോട് നമ്മുടെ സാധു പറയുകയാണ്, എനിക്ക് പോയിട്ട് കുറച്ച് വേഗമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫൈറ്റ് ഒന്നും ചെയ്യാതെ നിങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് മാറുകയാണെങ്കിൽ എനിക്ക് അങ്ങ് പോകാറുന്നത് നമ്മുടെ സാധു പറയുകയാണ്. നമ്മുടെ സാധു പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ പറയുകയാണ്, അത് പറ്റത്തില്ല മകനെ, നമ്മളിൽ ഒരാൾ മാത്രമേ ഇവിടെ നിന്ന് തിരിച്ചു പോകത്തുള്ളെന്ന്. സോ നിനക്ക് വേണമെങ്കിൽ സറണ്ടർ ആകാം, അത് നീ ചെയ്യത്തില്ലല്ലോ. ഇല്ല, അതൊരിക്കലും ചെയ്യത്തില്ലെന്ന് നമ്മുടെ സാധു പറയുന്നു. ഇതിനു മുമ്പ് തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് കുടിക്കാമെന്ന് അങ്ങേര് പറയുന്നു. സോ ഇത് കേട്ട് നമ്മുടെ സാധു ഒന്ന് ചെറുതായിട്ട് ഇല്ലാതായി പോകുന്നുണ്ട്. എന്താ നിനക്ക് വെൽക്കം ഡ്രിങ്ക് വേണ്ടേ? എന്താ നീ വെള്ളം കുടിക്കത്തില്ലേ? അല്ല, വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എനിക്കിപ്പോൾ തൽക്കാലത്തേന് വേണ്ട. അതേ സമയത്ത് തന്നെ നമ്മുടെ സാധു ആണെങ്കിൽ അവൻ്റെ ഫുൾ പവർ എടുത്തിട്ട് അങ്ങേരുടെ ദേഹത്തേക്ക് ഒരു പഞ്ച് ചെയ്യും. എന്നാൽ ആ പഞ്ച് കൊണ്ട് അങ്ങേർക്കാണെങ്കിൽ ഒന്നും പറ്റുന്നില്ല. അങ്ങേരുടെ ദേഹത്തുണ്ടായിരുന്ന ആ ഡ്രസ്സ് ചെറുതായിട്ടൊന്ന് പറന്നു പോകും, അത് മാത്രമേ ഉള്ളൂ. സോ ഇത് കണ്ടിട്ട് നമ്മുടെ സാധു ഒന്ന് ചെറുതായിട്ട് ഞെട്ടുന്നുണ്ട്. എന്നാലും അവൻ്റെ ഫുൾ പവർ എടുത്തിട്ട് അങ്ങേരുടെ വളരെയധികം സ്പീഡിൽ പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ വീണ്ടും അത് മിസ് ചെയ്തു എന്നാ അങ്ങനെ വീണ്ടും പറയുന്നു. ക്യാപ്റ്റനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ സാധു ഫുൾ സ്പീഡിൽ ഓടിപ്പോകുന്ന സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സാധുവിന്റെ പുറകിൽ വന്ന് നിൽക്കുന്നു. എന്നിട്ട് അങ്ങേറെ ഒരു വിരൽ വെച്ചിട്ട് നമ്മുടെ സാധുവിന്റെ ദേഹത്ത് ഒരു അടി കൊടുക്കുന്നു. നമ്മുടെ സാധു ആണെങ്കിൽ ആ പവർ കാരണം നമ്മുടെ സാധു അടിച്ച് തെറിച്ച് ഒരു സ്ഥലത്ത് പോയി കിടക്കുകയാണ്. സാധുവിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഇത്രയും പവർഫുൾ ആണെന്ന്. ഇതേ സമയം തന്നെ അങ്ങനെ നമ്മുടെ സാധുവിനോട് ചോദിക്കുകയാണ്, നീ എന്ത് പർപ്പസിലാണ് ഇവിടെ വന്നത്? എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത്? റൂക്കിയ കുച്ചിക്കിനെ രക്ഷപ്പെടുത്താനാണെന്ന് നമ്മുടെ സാധു പറയുന്നു. സോൾ റിപ്പർ റൂക്കിയ കുച്ചിക്കിനെ കുറിച്ചാണ് നീ പറയുന്നത്. ഓക്കെ, എനിക്ക് മനസ്സിലായി. സോൾ സൊസൈറ്റിയുടെ റൂൾസ് ഒക്കെ തെറ്റിച്ച് ഹ്യൂമൻ വേൾഡിൽ വന്ന് താമസിച്ച റൂക്കിയ കുച്ചിക്കി, നീ എന്തിനു വേണ്ടിയാണ് അവളെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അവളെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. എന്റെ കൂട്ടുകാരനായിട്ടുള്ള ഇച്ചിഗോ അവളെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അവളെ സഹായിക്കുന്നു. സമയം തന്നെ ആ ക്യാപ്റ്റനാണെങ്കിൽ അവന്റെ സമ്പത്ത് ഊരിയെടുക്കുകയാണ്. എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് നിന്നെ കൊന്നേ പറ്റുള്ളെന്ന് ആ ക്യാപ്റ്റൻ പറയുകയാണ്. ഇതേ സമയം തന്നെ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ സാധു ആണെങ്കിൽ ഓടി വന്നിട്ട് ക്യാപ്റ്റനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ജീവിതം കൊടുക്കേണ്ടി വന്നാലും ഞാൻ റൂക്കിയനെ കുച്ചിക്കിനെ രക്ഷിച്ചിരിക്കും ഇച്ചിഗോയ്ക്ക് വേണ്ടിയെന്ന് നമ്മുടെ സാധു ഓടി വരുന്ന സമയത്ത് തന്നെ പറയുന്നു. ഓടി വന്നിട്ട് ആ ക്യാപ്റ്റനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ സാധു. പിന്നീട് കാണിക്കുന്നത് ഒരു പാസ്റ്റ് ആണ്. സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് പേര് വന്നിട്ട് നമ്മുടെ സാധുവിനെ അറ്റാക്ക് ചെയ്യുകയാണ്. നമ്മുടെ സാധു ആണെങ്കിൽ ആ അടിയെല്ലാം മേടിച്ചിട്ട് അവരെ ഒന്നും തിരിച്ചു ചെയ്യാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇച്ചിഗോ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരെ അടിച്ച് തറയിലിട്ടിട്ട് നമ്മുടെ സാധുവിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് നമ്മുടെ ഇച്ചിഗോ. അത് മാസ്സായിട്ട് നമ്മുടെ ഇച്ചിഗോ അവരെല്ലാവരും തോൽപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സാധനോട് ഇച്ചിഗോ ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ്, നീ ഒരുപാടധികം പവർഫുൾ ആയിരുന്നിട്ട് പോലും നീ എന്തുകൊണ്ടാണ് അവരെ അറ്റാക്ക് ചെയ്യാത്തത്? ഞാൻ എൻ്റെ അപ്പൂപ്പനെ പ്രോമിസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ആരെയും ഹേർട്ട് ചെയ്യത്തില്ലെന്നുള്ള ഒരു കാര്യം. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവൻ്റെ കോയിനെ നോക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കോയിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നമ്മുടെ ഇച്ചിഗോ ചോദിക്കുന്നു. കഴുത്തിൽ കിടക്കുന്ന കോയിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സാധനോട് ഇച്ചിഗോ ചോദിക്കുകയാണ്, ഇത് എന്തുവാണെന്ന്. ഇതെനിക്ക് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, ഇതെനിക്ക് എൻ്റെ അപ്പൂപ്പനാണ് തന്നെയെന്ന് നമ്മുടെ ഈ സാധു പറയുകയാണ്. എല്ലാം തറയിൽ കിടന്ന ഫോണിൽ കൂടെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ നമ്മുടെ സാധുവിൻ്റെ വീക്ക്നെസ് എല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നു. സോ അങ്ങനെ ഒരു ദിവസം നമ്മുടെ സാധു ആണെങ്കിൽ ഇയർഫോണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആൾക്കാരെല്ലാം കൂടെ നമ്മുടെ സാധുവിനെ കിഡ്നാപ്പ് ചെയ്യുകയാണ്. അങ്ങനെ അവരുടെ എല്ലാവരുടെ ലീഡറാണെങ്കിൽ സാധുവിനെ വന്ന് കളിയാക്കിയാണ്, ഇത്രയും വലിയ ബോഡി ഉണ്ടായിട്ടും നീ ഞങ്ങളുടെ അടുത്ത് തോറ്റുപോയി, നിന്നെ കൊണ്ട് ഞങ്ങളെ ആക്രമിച്ചിരിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സാധുവിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ലോക്കറ്റ് ആണെങ്കിൽ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് അത് പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ സാധുവിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമായതുകൊണ്ട് സാധു ഇവരെ ആക്രമിക്കാൻ പോകാൻ തുടങ്ങുന്ന സമയത്ത് തന്നെയായിരുന്നു നമ്മുടെ ഇച്ചിഗോ ഓടി വന്നിട്ട് അവരെല്ലാവരെയും അടിച്ച് പഴുപ്പാക്കിയിട്ട് ആ ലോക്കറ്റ് ആണെങ്കിൽ നമ്മുടെ സാധുവിക്ക് കൊടുക്കുന്നത്. ആ ലോക്കറ്റ് എടുത്തിട്ട് ബാക്കിയുള്ളവരെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അടിച്ചങ്ങ് നിലംപരിശാക്കുകയാണ്. അങ്ങനെ ഒരുപാടധികം മുറിവുകൾ നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. എന്നാലും ഇച്ചിഗോ എല്ലാത്തിനും അടിച്ച് നശിപ്പിക്കുന്നു. നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ആ കോയിൻ പോലത്തെ ലോക്കറ്റ് സാധുവിക്ക് കൊടുക്കുകയാണ്. നമുക്ക് ഇന്നൊരു പ്രോമിസ് ചെയ്യാം, വേണ്ടിയുള്ള ഫൈറ്റ് എല്ലാം ഞാൻ ചെയ്യാം, എനിക്ക് വേണ്ടിയുള്ള ഫൈറ്റ് എല്ലാം നീ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരു പ്രോമിസ് ചെയ്യുകയാണ് ആ ദിവസം. സോ ഈ പിന്നീട് കാണിക്കുന്നത് പ്രസന്റ് ആണ്. ഇതുകൊണ്ടാണ് അവൻ ഫൈറ്റ് ചെയ്യുന്നത് അവൻ
മനസ്സിൽ വിചാരിക്കുന്നു. എന്നിട്ട് അവൻ്റെ ഫുൾ ഫോഴ്സും എടുത്തിട്ട് ആ ക്യാപ്റ്റനെതിരെ ഒരു അറ്റാക്ക് ചെയ്യുകയാണ്. എന്നാൽ ആ ക്യാപ്റ്റൻ വളരെയധികം പവർഫുൾ ആയതുകൊണ്ട് തന്നെ ആ സാധോൻ്റെ അറ്റാക്ക് അത് ഡോഡ്ജ് ചെയ്യുകയാണ്. അതുമാത്രമല്ല, ഈ അറ്റാക്ക് ഡോഡ്ജ് ചെയ്തതുകൊണ്ട് തന്നെയാൽ നമ്മുടെ സാധോയ്ക്ക് ഒരുപാടധികം പേടി വരികയാണ്. നമ്മുടെ സാധോൻ്റെ ഹാർട്ട് ബീറ്റ് വളരെയധികം നല്ല രീതിയിൽ തന്നെ കൂടുകയാണ്. സോ അവിടെ വെച്ചാണ് ബ്ലീച്ച് എന്ന് പറയുന്ന ജാപ്പനീസ് അനിമി TV സീരീസിൻ്റെ സീസൺ 2-ൻ്റെ അതിലെ 17ാമത്തെ എപ്പിസോഡ്, അല്ലാത്ത എപ്പിസോഡ് നമ്പർ 37 അവസാനിക്കുന്നത്. ബ്ലീച്ച് എന്ന് പറഞ്ഞ ആനിമി മാത്രമല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇപ്പം സാക്കുമോട്ടോ ഡേയ്സ്, സ്പൈ എക്സ് ഫാമിലി, അതുപോലെ തന്നെ ബ്ലീച്ച്. സോ ഗൈസ്, ഇങ്ങനെ പറഞ്ഞ കുറച്ച് ആനിമീസും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ ആൾക്കാരും അതുകൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ്, അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നവരേക്കും ടാറ്റ ബൈ.